ഷിയാനും ബാവറും ഷാങ്ങിയും ഒക്കെ സേഫായിട്ടും സ്വസ്ഥമായിട്ടും കഴിയുന്ന സ്ഥലത്തേക്ക് പെട്ടെന്നൊരു ദിവസം ഷിയുടെ ഒരു സംഘം ആക്രമണത്തിന് എത്തുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നതിനാൽ അവിടെ യാൻഷൻ കഴിച്ചിരിക്കുന്ന ആ ജനറൽ അവിടെ ഉണ്ടായിരുന്ന തൻ്റെ സൈനികരെ വിളിച്ച് ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ അവിടെ ശക്തമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. ആൻറ്റി അങ്കിളും ഷാങ്ങിങ്ങും ഒക്കെ അകത്ത് പോയി ഒളിച്ചിരിക്കുകയാണ്. ഷിയാനും ബാവറും ഒരു സ്ഥലത്ത് ഒരുമിച്ചായിരുന്നു ഇരിപ്പുണ്ടായിരുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ അക്രമികളെയൊക്കെ കൊന്നിട്ട് ആ ജനറൽ അകത്തേക്ക് കയറി വന്ന് ആൻറ്റിയോടും അങ്കിളിനോടും ഇപ്പോൾ കാര്യങ്ങളെല്ലാം ശാന്തമായി പുറത്തേക്ക് വന്നോളാൻ പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് അവർ നോക്കിയപ്പോഴാണ് ഷിയാനും ബാവറും മിസ്സിംഗ് ആണ് എന്ന് കാണുന്നത്. ജനാല വഴി അവരെ ആരോ പിടികൂടിക്കൊണ്ട് പോയിരുന്നു. ഷിയാൻ ഓൾറെഡി ഷിയുടെ കസ്റ്റഡിയിലായി കഴിഞ്ഞിരുന്നു. അവൾക്ക് ബോധം വരുന്ന സമയത്ത് ഷിയ മുറിയിൽ ഇരിപ്പുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു സൈനികനെ ഞാൻ പണി ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ ഷിയാനെ പിടികൂടിക്കൊണ്ട് വരുന്ന സമയത്ത് അവൾക്ക് അയാളുടെ കയ്യിൽ നിന്ന് മുറിവേറ്റിരുന്നു. അതിനുള്ള പണിഷ്മെൻ്റായിട്ട് അയാളെ കൊന്നുകളയാനാണ് ഷി ഇപ്പോൾ പറയുന്നത്. ഇത് കേട്ടുകൊണ്ടാണ് ഷിയാൻ ഉണരുന്നത്. അവൾ ചെറുതായി ശബ്ദമുണ്ടാക്കിയപ്പോൾ ഷി ഓടി അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവൾക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ അന്വേഷിക്കുന്നു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പുറത്തിരിപ്പുണ്ടായിരുന്ന 2 ഡോക്ടർമാരെ അകത്തേക്ക് വിളിപ്പിച്ചിട്ട് അവളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. അവളുടെ പുറത്ത് ആഴത്തിലുള്ള ഒരു മുറിവേറ്റിരിക്കുകയാണ്. അത് ഇൻഫെക്ഷനായിട്ട് അവൾക്ക് നല്ല പനിയും ബാധിച്ചിരിക്കുന്നു എന്നവർ അറിയിച്ചപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ അവൻ ആവശ്യപ്പെടുന്നുണ്ട്. എനിക്ക് വേണ്ടി ആവശ്യമില്ലാതെ നിരപരാധികളായ ആളുകളെ കൊല്ലരുത്, അങ്ങനെയാണെങ്കിൽ ഞാനും ജീവിക്കില്ല എന്ന് ഷിയാൻ അവനോട് പറയുന്നുണ്ട്. നീ മരിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല, നീ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ നിന്റെ എന്താഗ്രഹവും സാധിച്ചു തരാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ ഷി അവളോട് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവൾ മയങ്ങി അവൻ്റെ തോളിലേക്ക് തന്നെ വീണു പോകുന്നുണ്ട്. അവളെ ട്രീറ്റ് ചെയ്യാനായിട്ട് ആ പരിസരത്തുള്ള മുഴുവൻ ഡോക്ടർമാരെയും വിളിച്ചുകൊണ്ട് വരാൻ ഷി ഓർഡർ ഇടുന്നു. അങ്ങനെ കുറേ ഡോക്ടർമാർ അവിടെ വരുന്നുണ്ട്. പക്ഷെ ആർക്കും അവളെ ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. ഓരോ ഡോക്ടർമാരെയായിട്ട് വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. അവർക്ക് പറ്റില്ല എന്നറിയുമ്പോൾ അവൻ അവരെ ഉപദ്രവിക്കും. ഇത് കുറേ സമയമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഏതോ ഒരു ഡോക്ടറുടെ ഭാഗ്യം കൊണ്ട് അയാൾ ട്രീറ്റ് ചെയ്തപ്പോൾ ഷിയാൻ ഉണരുന്നു. അവൾ ആ മുറിയിലേക്ക് നോക്കിയപ്പോൾ അവിടെ മുഴുവൻ ആളുകൾക്ക് ബോധം കെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. അവരെല്ലാം അവൻ കൊന്നുവെന്നാണ് അവൾ ആദ്യം കരുതിയത്. നിന്നോട് ആരെയും കൊല്ലരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് അവൾ ചോദിച്ചപ്പോൾ ഞാൻ അവരെ ആരെയും കൊന്നിട്ടില്ല, ബോധം കെടുത്തിയിട്ടേ ഉള്ളൂ, അവരെയൊക്കെ വിളിച്ചുണർത്താൻ അവൻ അവിടെ ഉണ്ടായിരുന്നവരോട് പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് അവരുടെ മുഖത്തൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഉണരുന്നു. അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ അവരെ ഒന്ന് ജസ്റ്റ് പേടിപ്പിച്ച് ബോധം കെടുത്തിയതേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ അവരെ പേടിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ അവർ അവരുടെ മാക്സിമം എഫേർട്ട് എടുത്ത് നിന്നെ രക്ഷപ്പെടുത്തത്തില്ലല്ലോ, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് അവനോളോട് പറയുന്നു. അവിടെ കിടപ്പുണ്ടായിരുന്നവരെ എല്ലാ സർവൻസ് വിളിച്ച് എഴുന്നേൽപ്പിച്ച് വിടുന്നു. ബാവറെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഷിയാനെ ഇങ്ങനെ വെട്ടേറ്റത്. ഷിയുടെ ആൾക്കാരിൽ ഒരാൾ ബാവർക്ക് നേരെ വീശിയ വാൾ അവളുടെ പുറത്ത് കൊള്ളുകയായിരുന്നു. അതിനുശേഷം അവൾ ആ വാളെടുത്ത് തൻ്റെ കഴുത്ത് നേരെ പിടിച്ചിട്ട് ബാവറോട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറയുന്നു. ആരെങ്കിലും അവനെ പിടികൂടാൻ ശ്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ താൻ ജീവൻ എടുക്കുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അവരെ ആരെയും ഷീ വെറുതെ വിടില്ല എന്നുകൂടി അവൾ പറഞ്ഞതോടെ അവർ പിന്നെ ബാവറുടെ പിന്നാലെ പോയിരുന്നില്ല. അങ്ങനെയാണ് അവൾ ബാവറെ സേഫാക്കിയത്. അങ്ങനെ അവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇത്തവണ നിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവേണ്ടതായിരുന്നു എന്നൊക്കെ ഷീ അവളോട് ചോദിക്കുന്നുണ്ട്. സ്വന്തം മകനെ പോലും കൊല്ലാൻ മടിയില്ലാത്ത നിൻ്റെ കൂടെ ഇവരൊക്കെ എന്ത് വിശ്വസിച്ചാണ് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നാളെ ഒരിക്കൽ നീ ഇവരെയൊക്കെ കൊല്ലില്ലെന്ന് എന്താണ് ഉറപ്പെന്ന് ഷിയോട് ചോദിക്കുന്നുണ്ട്. അവൻ നമ്മുടെ മകനാണെങ്കിലും അവൻ ജനിച്ച സമയം ഒട്ടും ശരിയല്ല. ഞാൻ അധികാരമൊക്കെ പിടിച്ചെടുത്ത് ഇവിടുത്തെ രാജാവായി സ്ഥാനമേറ്റതിന് ശേഷം നിനക്ക് ഇഷ്ടമുള്ള അത്ര കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കോട്ടെ, എനിക്ക് ഒരു പരാതിയില്ല. പക്ഷേ ഇപ്പോൾ ഇവൻ നമുക്ക് വേണ്ട എന്ന് ഷീ പറയുന്നുണ്ട്. ഷിയാൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോഴാണ് നിനക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞ് അവൻ മുമ്പ് അവളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആ സെർവൻറ്റിനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നത്. അവളെ കൂടി അവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നു. അവളിപ്പോഴും ജീവനോടെ ഉണ്ട് എന്നറിഞ്ഞത് ഷിയാനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഷാങ്യോൻ ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ സ്വന്തമായിട്ട് വലിയൊരു വീടൊക്കെ ഉണ്ട്. അവിടേക്ക് അവളെ കാണാനായിട്ട് പ്രിൻസസ് വരുന്നു. ഇത്രയും വലിയ വീടൊക്കെ കിട്ടിയപ്പോൾ സന്തോഷമായോ എന്ന് പ്രിൻസസ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഷാങ്യോന് ഇതിലൊന്നും അത്ര വലിയ സന്തോഷമൊന്നുമില്ലായിരുന്നു. ഇത്ര വലിയ വീടുകൾ ആളുകൾക്ക് എന്തിനാണ്, ഇതെങ്ങനെ വൃത്തിയാക്കാനാണ്? മാത്രമല്ല ഇവിടെ ഒരുപാട് ആളുകളൊന്നുമില്ല, അതുകൊണ്ട് മിക്കപ്പോഴും ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് തോന്നുന്നത് എന്നൊക്കെ ഷാങ്യ പരാതി പറയുന്നുണ്ട്. പ്രിൻസസ് ഷാങ്യോന് വേണ്ടി അവിടുത്തെ തലസ്ഥാന നഗരിയിലെ സ്ത്രീകളൊക്കെ ധരിക്കുന്നത് പോലെയുള്ള കുറേ ഡ്രസ്സും വിലകൂടിയ ആഭരണങ്ങളുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും എനിക്ക് വേണ്ടെന്ന് ഷാങ്യ പറയുന്നുണ്ടെങ്കിലും പ്രിൻസസ് നിർബന്ധിച്ച് അവളെ അതൊക്കെ ധരിപ്പിക്കുന്നു. അതൊക്കെ ധരിച്ചു വന്നപ്പോൾ ഷാങ്യുവിനെ കാണാൻ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്തായാലും അവളെപ്പോലെ സുന്ദരിയായ ഒരു പെണ്ണിനെ ഭാര്യയായി കിട്ടിയ മാർക്കിസ് ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞ് പ്രിൻസസ് പുകഴ്ത്തുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഷാങ്യുവിനെ അവിടുത്തെ രീതികളൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത ദിവസം മുതൽ 1-2 ഒഫീഷ്യൽസ് അങ്ങോട്ടേക്ക് എത്തും എന്നുള്ള കാര്യം ഒരു സെർവൻറ്റ് പറയുന്നത്. പഠിക്കുന്ന കാര്യം കേട്ടപ്പോഴേ ഷാങ്യുവിന് തലവേദന എടുക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. ഒരു നിയോഗം പോലെ അവളെ പഠിപ്പിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം കിട്ടിയിരിക്കുന്നത് സോങ്യാനാണ്. അവനിപ്പോൾ ഒരു ഒഫീഷ്യലായിട്ട് ഇവിടെയുള്ള മിനിസ്റ്റർ ഓഫ് റൈറ്റ്സിൽ ജോലി ചെയ്യുകയാണ്. പക്ഷേ അവിടുത്തെ വെറും ഒരു ക്ലർക്ക് മാത്രമാണ് അവൻ. അവിടുത്തെ ലൈബ്രറിയിലെ പുസ്തകങ്ങളും
ഡോക്യുമെൻറ്റ്സും ഒക്കെ അടുക്കി പെറുക്കി വെക്കുന്ന ജോലിയാണ് അവന്. അവിടെ നിന്ന് അവൻ പുറത്തിറങ്ങിയിട്ട് തന്നെ മാസങ്ങളാവുന്നു. പിന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് അമ്മയും മജിസ്ട്രേറ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. ഇവിടുന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനം ഈ തലസ്ഥാന നഗരിയിലെ അവൻ്റെ ചിലവുകൾ കഴിഞ്ഞ് പോകാൻ പോലും പറ്റാത്ത രീതിയിലാണ്. ഒഫീഷ്യലാണെങ്കിലും മെച്ചപ്പെട്ട ഒരു സ്ഥാനമൊന്നുമല്ല, ഈ ഒരു ക്ലർക്കിൻ്റെ സ്ഥാനമാണല്ലോ. എന്നാലും അതുകൊണ്ട് തൃപ്തിപ്പെട്ട് അവൻ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് ഫ്ലവർ ക്രൗണ്ട് ജനറലിനെ പഠിപ്പിക്കുന്നതിനുള്ള ഡ്യൂട്ടി അവന് കിട്ടിയിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് കിട്ടുന്നത്. അത് പറഞ്ഞപ്പോൾ അവന് സന്തോഷമാവുന്നുണ്ട്. 4th റാങ്കിലുള്ള ഒരു ഹയർ ഒഫീഷ്യലിനെ പഠിപ്പിക്കാനുള്ള ചാൻസ് കിട്ടിയത് അവൻ്റെ കരിയറിൽ ഒരു വഴിത്തിരിവാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അവൻ. അങ്ങനെ അടുത്ത ദിവസം തന്നെ അവനും അവൻ്റെ ചീഫും കൂടി ഷാങ്ങുവിൻ്റെ വീട്ടിലെത്തുന്നു. അവൻ സോങ്യ എന്നുള്ള പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ ഷാങ്ങു ശരിക്കും ഒന്ന് സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. ഇവനെ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഇവിടെ വെച്ച് കാണുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ലോ. അതേപോലെ തന്നെ അവളുടെ ശബ്ദം കേട്ട് മുഖമുയർത്തിയെ നോക്കിയ സോങ്യാനും അറ്റാക്ക് വരുന്നത് പോലെ തോന്നുന്നുണ്ട്. ഷാങ്ങു, നീ ആയിരുന്നോ ഈ ഫ്ലവർ ക്രൗണ്ട് ജനറലിന് അവൻ ചോദിച്ചപ്പോൾ അവിടെ നിൽപ്പുണ്ടായിരുന്ന ഷാങ്ങുവിൻ്റെ സെർവൻറ്റ് അവളെ അങ്ങനെ പേരെടുത്ത് അവൻ വിളിച്ചതിന് അവനെ വഴക്ക് പറയുന്നു. ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പേരൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അവനെയും കൊണ്ട് വന്ന ആ ചീഫ് വിചാരിച്ചത് ഇവർ പഴയ പരിചയക്കാരാണ്, ഫ്രണ്ട്സാണ് എന്നൊക്കെയാണ്. അല്പസമയത്തിനുള്ള കാര്യങ്ങൾ താൻ വിചാരിക്കുന്നത് പോലെ അല്ല എന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. സോങ്യാൻ അവളുടെ മുന്നിലിരുന്ന് തൻ്റെ കുടുംബം അവളുടെ കുടുംബത്തോട് ചെയ്തതിനൊക്കെ ക്ഷമ ചോദിക്കുന്നുണ്ട്. അവനെപ്പോലൊരു ഒഫീഷ്യൽ തൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ അവൾ ഓർഡർ നൽകുന്നു. എൻ്റെ അച്ഛൻ എനിക്ക് ചെയ്തു തന്ന സഹായങ്ങൾക്കൊക്കെ നീ പ്രതിഫലം തന്നു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ സോങ്യാൻ്റെ അമ്മയ്ക്ക് അവനൊരു ഒഫീഷ്യലാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണല്ലോ. ഒരു ക്ലർക്കാണെങ്കിലും അവനിപ്പോൾ ഒഫീഷ്യലായാലും എന്തായാലും അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഷാങ്ങി അവനെ കളിയാക്കുന്നുണ്ട്. അവൻ തന്നെ പഠിപ്പിക്കുന്നതിനോട് താല്പര്യമില്ല, അതുകൊണ്ട് പോയിക്കൊള്ളാനും പറയുന്നു. ചീഫ് വേഗം അവനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്ന വഴിക്ക് നിങ്ങൾക്കിടയിൽ ശരിക്കും എന്താണ് സംഭവിച്ചതെന്നും ചീഫ് ചോദിക്കുന്നുണ്ട്. അതൊരു നീണ്ട കഥയാണെന്ന് സോങ്യ പറഞ്ഞപ്പോൾ ചുരുക്കി എങ്ങനെയെങ്കിലും ഒന്ന് പറയാനൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും ബാവോയും സംഘവും കൂടി അവർക്ക് മുന്നിലേക്ക് വന്ന് സോങ്യാനെ കളിയാക്കാൻ തുടങ്ങുന്നു. ഞങ്ങൾ തന്നെ പുറത്തേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞ പാവൻ്റെ ഉടുപ്പിന് കുത്തിപ്പിടിച്ച് അവനെ പുറത്തേക്ക് കൊണ്ടുവന്ന് തള്ളി എറിയുന്നുണ്ട്. ഒരു ഒഫീഷ്യലിനോട് ഇങ്ങനെ ചെയ്യുന്നത് മര്യാദയാണോ എന്നൊക്കെ സോങ്യാൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷേ ബാവോയും ടീമും ഇപ്പോൾ അവനേക്കാൾ ഉയർന്ന പോസ്റ്റിലുള്ള ഒഫീഷ്യൽസാണ്, അതുകൊണ്ട് ഇതൊരു പ്രശ്നമല്ല എന്ന് ബാവോ പറയുന്നു. അപ്പോഴും സോങ്യാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ അന്നും ഇന്നും എനിക്ക് അവളോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ എന്നൊക്കെ അവൻ വിളിച്ച് പറയാൻ തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് ചീഫ് അവൻ്റെ വായ പൊത്തിക്കൊണ്ട് അവനെയും പിടിച്ച് വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അങ്ങനെ ആകെ നിരാശനായി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് യാൻഷിങ് അങ്ങോട്ടേക്ക് വരുന്നത്. യാൻഷിങ്ങിൻ്റെ വേഷവും പ്രൗഢിയിലുള്ള വരവും ഒക്കെ കൂടി കണ്ടപ്പോൾ അവന് ശരിക്കും അസൂയ വരുന്നു. അവൻ വിചാരിച്ചിരിക്കുന്നത് ഷാങ്ങുവിൻ്റെ മാറ്റർ ലോക്കൽ ഹസ്ബൻഡ് ആയതുകൊണ്ടാണ് അവൻ ഇത്ര മെച്ചപ്പെട്ടൊരു ജീവിതം ഇവിടെ കിട്ടിയിരിക്കുന്നതെന്നാണ്. ഷാങ്ങു ഇങ്ങനെ നല്ല നിലയിലായിട്ട് മാറ്റർ ലോക്കൽ ഹസ്ബൻഡായിട്ടുള്ള നിന്നെ ഉപേക്ഷിച്ചില്ലേ? ഇത്ര സുഖത്തിൽ ഇവിടെ ജീവിക്കാനും മാത്രം എന്നേക്കാൾ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് എന്നൊക്കെ അവൻ യാൻഷിങ്ങിനോട് ചോദിക്കുന്നു. എന്തായാലും അവൻ്റെ ചീഫിന് യാൻഷിങ്ങിനെ അറിയാമായിരുന്നു. അതുകൊണ്ട് ചീഫ് സോങ്യാനിട്ടെണ്ണം പൊട്ടിച്ചിട്ട് യാൻഷിങ്ങിനോട് സോറി പറയുന്നു. യാൻഷിങ് ഇപ്പോഴും രാജാവിൻ്റെ ഓർഡറില്ലാതെയാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ തന്നെ ഇവിടെ വെച്ച് കണ്ടു എന്നുള്ള കാര്യം നീ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ നിന്റെ കുടുംബത്തെ ഒന്നടങ്കം ഞാൻ നശിപ്പിക്കുമെന്ന് യാൻഷിങ് അയാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അയാൾ പെട്ടെന്ന് അവിടെ മുട്ടുകുത്തിയിരുന്ന കാര്യം ആരോടും പറയില്ല എന്ന് പറഞ്ഞ് മാപ്പ് പറയുന്നു. സോങ്യാൻ ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ അന്തം വിട്ട് നിൽക്കുകയാണ്. ചീഫ് അവനെ കൂടി പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് വേഗം മാർക്കിസ് ഹുവാന് റെസ്പെക്റ്റ് കാണിക്കാൻ പറയുന്നു. അപ്പോഴാണ് മുന്നിൽ നിൽക്കുന്നത് മാർക്കിസ് ആണ് എന്ന് സോങ്യാൻ അറിയുന്നത്. ആകെ തകർന്നു നിന്ന് അവൻ ഭൂമിക്ക് അടിയിലേക്ക് അങ്ങ് താന്നു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവനോട് മുഖമുയർത്തി നോക്കാൻ യാൻഷിങ് പറയുന്നു. അവനപ്പോഴും മുഖം കുനിച്ചിരിക്കുന്നതിനാൽ ചീഫാണ് അവൻ്റെ മുഖം പിടിച്ച് ഉയർത്തിയത്. യാൻഷിങ്ങിൻ്റെ ആ നോട്ടം കണ്ടപ്പോഴേ അവൻ പേടിച്ച് ബോധം കെട്ടി വീഴുന്നു. ഇവനിതേതാ ഇത്ര വീക്കായിട്ടുള്ള ഇവനെങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ യാൻഷിങ് അവനെ പരിചയമില്ലാത്ത പോലെ പറയുന്നു. അത് ഞങ്ങളുടെ ഓഫീസിലെ ഒരു ക്ലർക്കാണ്, അധികം ലോകപരിചയമൊന്നുമില്ല, അതുകൊണ്ട് പറ്റിപ്പോയതാണെന്നൊക്കെ ചീഫ് പറയുന്നുണ്ട്. യാൻഷിങ് പിന്നെ അവിടെ നിൽക്കാതെ മുന്നോട്ട് പോകുന്നു. ഈ സമയത്ത് ഷിയേഷി ചീഫിനോട് യാൻഷിങ് ഇവിടെ വന്ന കാര്യം അയാൾ എല്ലാവരോടും പറയണമെന്നാണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ചീഫ് വിചാരിക്കുന്നത് ഇപ്പോഴും താൻ ഇക്കാര്യം ആരോടെങ്കിലും പറയുമോ എന്ന് അവർ ടെസ്റ്റ് ചെയ്യുകയാണെന്ന്. ഞാനിക്കാര്യം ഒരു ഉറുമ്പിനോടൊന്നും പറയില്ല എന്നൊക്കെ അയാൾ അവിടെ ഇരുന്ന് ആണയിടുന്നുണ്ട്. ശരിക്കും യാൻഷിങ് അയാളോട് ഇത് സ്പ്രെഡ് ചെയ്യാൻ തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് ഷിയേഷി പിന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സോങ്യാൻ അവിടെ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. നീ എന്തിനാണ് കരയുന്നത്? നിന്നെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതിന് ഞാനല്ലേ കരയേണ്ടതെന്ന് പറഞ്ഞ് ചീഫ് അവനെയും വലിച്ചു പൊക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഷാങ്ങുവിനെ തലസ്ഥാന നഗരിയൊക്കെ ചുറ്റി കാണിക്കാമെന്ന് വാക്ക് കൊടുത്തിരുന്നതിനാൽ അതിനു വേണ്ടിയിട്ടായിരുന്നു യാൻഷിങ് വന്നത്. അങ്ങനെ അവൻ അവളെയും കൊണ്ടൊരു വണ്ടിയിൽ പുറപ്പെടുന്നുണ്ട്. സോങ്യാനെ കണ്ടിട്ട് അവൾക്ക് മൂഡ് ഓഫ് വല്ലതും വന്നോ എന്ന് അവൻ ഇടയ്ക്ക് ചോദിക്കുന്നു. അപ്പോൾ സോങ്യാൻ്റെ പേരൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലേ എന്ന് ഷാങ്ങു തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഞാനവനെ ഓർത്തിരിക്കുന്നതല്ല, അവനെ ഞാൻ അത്ര കാര്യമായിട്ട് ഇതുവരെ എടുത്തിട്ടേ ഇല്ല എന്ന് യാൻഷിങ് പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും അവന് നല്ല അസൂയുണ്ടെന്ന് ഷാങ്ങുവിന് മനസ്സിലാവുന്നു. അതും പറഞ്ഞ് അവളവനെ കളിയാക്കുന്നു. എന്നെങ്കിലും ഒരിക്കൽ ഇവനൊരു ഹയർ ഒഫീഷ്യൽ ആവുകയാണെങ്കിൽ സോങ്യാനോട് പ്രതികാരം ചെയ്യണമെന്ന് മുമ്പ് ലിനാനിൽ വെച്ച് ഷാങ്ങി അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എങ്കിൽ ഇപ്പോൾ തന്നെ പോയി പ്രതികാരം ചെയ്തേക്കാമെന്ന് പറഞ്ഞ് യാൻഷിങ് വണ്ടി നിർത്താൻ പറയുന്നുണ്ടെങ്കിലും ഷാങ്ങി അവനെ തടയുന്നു.
പിന്നെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ക്യാപിറ്റൽ നഗരിയിലേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള വെയ്യാനയും ലീയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ നിൽക്കാനൊട്ടും താല്പര്യം തോന്നുന്നില്ല എന്നൊക്കെ ഷാങ്ങു ഇടയ്ക്ക് പറഞ്ഞപ്പോൾ ഒരു ദിവസം ആ ദുഷ്ടന്മാരെ എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മളിവിടെ ശുദ്ധീകരിക്കും, അങ്ങനെ ഇവിടെ സമാധാനം വീണ്ടും വരും എന്നൊക്കെ പറഞ്ഞ് യാൻഷങ് അവളെ സമാധാനിപ്പിക്കുന്നു. അവർ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അവിടെ ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വണ്ടിയിലിരുന്ന് കാണാമെന്ന് ഷാങ്ങു പറഞ്ഞെങ്കിലും പുറത്ത് പോയി നിന്ന് കാണുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് യാൻഷങ് അവളെ കൊണ്ട് പുറത്തിറങ്ങുന്നു. എന്നിട്ട് കുറച്ച് ഹൈറ്റുള്ള ഒരു സ്ഥലത്ത് കയറി നിന്ന് അവളെ അത് കാണിക്കാൻ തുടങ്ങുന്നുണ്ട്. അവനിങ്ങനെ പെർമിഷൻ ഇല്ലാതെ ഇവിടെ വന്ന് ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവില്ലേ എന്ന് ഷാങ്ങു കുറച്ച് പേടിയോടെ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടാൽ തന്നെ എന്താണ് പ്രശ്നം? ആരെങ്കിലും ചെന്ന് പരാതി പറഞ്ഞാൽ ആ പപ്പറ്റ് രാജാവ് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുമോ? എനിക്കങ്ങനെ പേടിയൊന്നുമില്ല എന്ന് അവൻ പറയുന്നുണ്ട്. പിന്നെ ഞാൻ എന്തായാലും നിന്നെ ഒന്ന് വേണ്ടെന്ന് വെച്ചത് നന്നായി, അതിന് ഞാൻ അവന് നന്ദി പറയുകയാണ് എന്ന് യാൻഷങ് ഈ സമയത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവൻ വേണ്ടെന്ന് വെച്ചത് കൊണ്ടാണല്ലോ അവനിപ്പോൾ ഇവളെ സ്വന്തമാക്കാൻ പറ്റിയത്. നീ ഒരിക്കൽ ഞാൻ കളഞ്ഞു കിട്ടിയ വില കൂടിയ ജെയ്ഡാണ്, എന്നെ തിരികെ നൽകണമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ഞാൻ നോക്കിയിട്ട് ശരിക്കും ജെയ്ഡ് നീ തന്നെയാണ് എന്ന് അവൻ പറയുന്നുണ്ട്. ഷാങ്ങു സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിക്കുന്നു. പിന്നെ രണ്ടുപേരും കൂടി ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ആ ഫയർ വർക്ക്സ് ഒക്കെ കാണുന്നു. ഈ സിറ്റിയുടെ തന്നെ മറ്റൊരു ഭാഗത്തായിട്ട് ഷീക്കൊപ്പം ഗ്രാൻഡ് ട്യൂട്ടർ ലീയിൽ നിന്ന് ഈ ഫയർ വർക്ക്സ് കാണുന്നുണ്ടായിരുന്നു. ഷീ ഇപ്പോൾ ഈ തലസ്ഥാന നഗരിയിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. ലീയുടെ കീഴിലുള്ള ഒരു വീട്ടിലാണ് താമസവും. മാർക്കിസ് ഷാങ്ങുവിനെ കാണാനായിട്ട് പെർമിഷൻ ഇല്ലാതെ തലസ്ഥാന നഗരിയിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷ ലീക്കുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ആ കുറ്റം ആരോപിച്ച് അവനെ ട്രാപ്പിലാക്കാമെന്നാണ് ലീയുടെ പ്ലാൻ. പക്ഷേ ഷീ അതിനെ എതിർക്കുന്നു. ശരിക്കും രാജാവിൻ്റെ പെർമിഷനോടെ തന്നെ എത്രയും പെട്ടെന്ന് മാർക്കിസിനെ ഇങ്ങോട്ടേക്ക് വരുത്തണമെന്നാണ് അവൻ പറയുന്നത്. അതിന് കാരണം മാർക്കിസിൻ്റെ ആർമിക്കൊപ്പം യുദ്ധസമയത്ത് പിടിച്ച കുറേ തടവുകാരുണ്ട്. അവരിൽ കൂടുതൽ പേരും ഷീയുടെ ആൾക്കാരാണ്. അവരൊക്കെ ഓരോ ചാൻസ് കിട്ടിയപ്പോൾ യാൻഷങ്ങിൻ്റെ സൈന്യത്തിൽ നുഴഞ്ഞേറി കഴിഞ്ഞിരിക്കുന്നു. അവരെയൊക്കെ യാതൊരു എഫേർട്ടും ഇല്ലാതെ സിറ്റിക്കുള്ളിൽ കടത്തുന്നതിന് ഏറ്റവും നല്ല മാർഗം യാൻഷങ്ങിനെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നതാണ് എന്ന് ഷീ ഉപദേശിക്കുന്നു. അതിനെന്തെങ്കിലും വഴി ഉടനെ കണ്ടെത്തണമെന്നും ലീയോട് പറയുന്നുണ്ട്. എന്തായാലും ലീ ഇടപെട്ട് രാജാവിനെ കൊണ്ട് അങ്ങനെ യാൻഷങ്ങിന് സിറ്റിയിലേക്ക് വരാനുള്ള ഓർഡർ പുറപ്പെടുവിക്കുന്നു. ഷാങ്ങു ഇത് അറിഞ്ഞുകൊണ്ട് യാൻഷങ്ങിനെ കാണാനായി ചെല്ലുന്നുണ്ട്. അവൻ ഒഫീഷ്യലി അങ്ങോട്ടേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ ഫാൽക്കൺ കൊണ്ടുവന്ന മെസ്സേജ് അനുസരിച്ചിട്ട് ഷിയാനെ ഷിയുടെ ആൾക്കാർ പിടികൂടിക്കൊണ്ടുപോയ വിവരം യാൻഷങ് അവളോട് പറയുന്നു. അത് കേട്ടപ്പോൾ ഷാങ്ങു ഷിയാനെ രക്ഷിക്കാൻ പോകുന്ന കാര്യം പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പോവാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ എന്തായാലും ഷിയാൻ്റെ ജീവന് അപകടം വരുത്തുകയില്ല, അതുകൊണ്ട് അവൾക്ക് ആപത്തൊന്നും സംഭവിക്കില്ല എന്ന് ആശ്വസിക്കാം. ഞാൻ ഓൾറെഡി ഷിയാനെ കണ്ടെത്താനായിട്ട് ആളുകളെ വിട്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്നതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കാമെന്നൊക്കെ അവൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു. അപ്പോഴാണ് മാനുവും ബാക്കി രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് വന്നിട്ട് രാജാവ് അവളെ ഒരു കൺസേർട്ടാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം പലയിടത്തും പറഞ്ഞു കേട്ടു എന്ന് പറയുന്നത്. ഈ യാൻഷങ് ഇത് കേട്ട് അമ്പരപ്പോടെ അവളെ നോക്കുന്നുണ്ട്. ഞാനങ്ങനെ അനുകൂലമായിട്ടൊന്നും രാജാവിനോട് പറഞ്ഞിട്ടില്ല, എൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് തന്നെയാണ് പറഞ്ഞതെന്ന് ഷാങ്ങു അവനോട് പറയുന്നു. രാജാവ് ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെയ്യാനെയും ഗ്രാൻഡ് ട്യൂട്ടർ ലീയും ഒക്കെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ഷാങ്ങുവിൻ്റെ മിലിറ്ററി പവർ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ഷി പറയുന്നുണ്ട്. അവൾക്ക് അങ്ങനെ രാജാവിൻ്റെ ഭാര്യയാവാൻ വല്ല താല്പര്യവും ഉണ്ടോ എന്ന് യാൻഷങ് അവളോട് ചോദിക്കുന്നു. ഷാങ്ങു അതിനൊരാട്ട് കൊടുക്കുന്നുണ്ട്. രാജാവിനോട് എനിക്കൊരു ചെറിയ സഹതാപമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ഇങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അവനെ ഞാൻ എൻ്റെ ശരിക്കുള്ള സ്വഭാവം കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൾ രാജാവിനെ കാണാനായി പോകുന്നത്. രാജാവ് ആദ്യമേ അതിനെക്കുറിച്ച് പഞ്ചാര നന്നായിട്ട് കലക്കി ഒഴിക്കുന്നുണ്ട്. ഷാങ്ങുവിനെ പുകഴ്ത്തി ഒരു കവിതയൊക്കെ എഴുതി അവളുടെ മുന്നിലേക്ക് കൊണ്ട് കാണിക്കുന്നു. പക്ഷെ എനിക്ക് വായിക്കാനറിയില്ല, എനിക്കാകെ 2 അക്ഷരം എഴുത്തിൽ മനസ്സിലായുള്ളൂ എന്ന് ഷാങ്ങു ആദ്യമേ തന്നെ പറയുന്നുണ്ട്. വിഷമിക്കേണ്ട, ഞാൻ വായിച്ച് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് രാജാവ് അത് വായിക്കാൻ തുടങ്ങുന്നുണ്ട്. ഷാങ്ങു അയാളുടെ പുറകിൽ നിന്ന് അയാളെ ഇരിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നു. അവൾക്ക് അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അതിനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രാജാവ് അവളെ പുകഴ്ത്തി പറയാൻ തുടങ്ങുന്നു. ഷാങ്ങു എന്തായാലും ഈ അവസരം ശരിക്കും മുതലെടുക്കുന്നുണ്ട്. തനിക്ക് ഗ്രാമത്തിലായിരുന്നപ്പോൾ അച്ഛനും അമ്മയും മരിച്ച ശേഷം കുടുംബത്തിന് ആണുങ്ങളില്ലാത്തതുകൊണ്ട് ഒരു മാട്രിലോക്കൽ ഹസ്ബൻഡിനെ സ്വീകരിക്കേണ്ടി വന്നതും വീട് നിലനിർത്തേണ്ടി വന്നതുമൊക്കെ അവൾ രാജാവിനോട് പറയുന്നുണ്ട്. രാജ്യത്തെ എല്ലാ പെണ്ണുങ്ങളും ഇതേ ദുഃഖം അനുഭവിക്കുന്നവരാണല്ലോ. അങ്ങേക്ക് പറ്റുമെങ്കിൽ വീട്ടിൽ ആണുങ്ങളില്ലെങ്കിലും വീടിന് അവകാശം സ്ത്രീകൾക്ക് നൽകുന്ന രീതിയിലുള്ള ഒരു നിയമം കൊണ്ടുവരണം എന്നൊക്കെ അവൾ റിക്വസ്റ്റ് ചെയ്യുന്നു. അവൾക്ക് വേണ്ടി നിയമത്തിൽ അങ്ങനെ ഒരു മാറ്റം വരുത്താമെന്ന് രാജാവ് സമ്മതിക്കുന്നുണ്ട്. രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഷാങ്ങു അതിനെ നന്ദി പറയാനായി രാജാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നുണ്ട്. അദ്ദേഹം ആ സമയത്ത് അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനായിട്ട് അവളുടെ കയ്യിൽ പിടിക്കാൻ തുടങ്ങുന്നു. പക്ഷെ ഷാങ്ങു പെട്ടെന്ന് രാജാവിൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് അത് തിരിക്കുന്നുണ്ട്. എന്നിട്ട് അബദ്ധത്തിൽ സംഭവിച്ചതുപോലെ കൈയെടുക്കുന്നു. എന്തായാലും രാജാവിന് ശരിക്കും വേദനിക്കുന്നു. ഇതുപോലെയുള്ള വേറെ ഹോബീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് അവളോട് ചോദിക്കുന്നു. പിന്നെ പന്നിയുടെ കശാപ്പ് ചെയ്യുന്നതല്ലേ എൻ്റെ മെയിൻ ഹോബി. ഇപ്പോൾ അവിടെ നിന്നെങ്കിലും ഒരു പന്നിയെ കൊണ്ടുവരാമെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് ഷാങ്ങു പറയുന്നുണ്ട്. എന്തായാലും അതോടെ രാജാവിന് മതിയാവുന്നു. ഞാൻ ഇനി വട്ടം ചുറ്റുന്നില്ല, പറയാനുള്ള കാര്യമൊന്ന് പറയാം. എനിക്ക് നിന്നെ എൻ്റെ നോബൽ കൺസേർട്ട് ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അതാകുമ്പോൾ നിനക്ക് ഇവിടെ ഇഷ്ടംപോലെ സുഖസൗകര്യങ്ങളിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കാം എന്ന് രാജാവ് പറയുന്നു. കഷ്ടമായി പോയല്ലോ, എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ട്, അവൻ ഇത് സമ്മതിക്കുമോ എന്ന് അറിഞ്ഞില്ല എന്ന് ഷാങ്ങു പറയുന്നു. നിന്റെ ഹസ്ബൻഡ് മിസ്സിംഗ് ആണ് എന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ അവൻ വെറും ഒരു ഹസ്ബൻഡ് അല്ലേ? എന്തായാലും അവൻ വല്ല കൃഷിക്കാരനോ ചെറിയ കച്ചവടക്കാരനോ വല്ലതും ആയിരിക്കും. എൻ്റെ അത്രയും വരില്ലല്ലോ. പിന്നെ നിന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമല്ല.
ഇവിടുത്തെ ഈ കുറുക്കന്മാരായിട്ടുള്ള ഒഫീഷ്യൽസിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനോട് വേണ്ടിയിട്ടാണ്. പിന്നെ നീ ഒരു ബെച്ചർ ഗേൾ ആണെങ്കിലും എനിക്ക് നിന്നോട് ഇതുവരെ ഇഷ്ടക്കേടൊന്നും തോന്നിയിട്ടില്ല. നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ലെവൽ കുറച്ച് താഴ്ത്താൻ തയ്യാറാണ്. ഞാൻ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിനക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൂടെ എന്ന് രാജാവ് ചോദിക്കുന്നു. അങ്ങ് രാജ്യത്തിന് വേണ്ടി ഇത്ര വലിയ ത്യാഗമൊക്കെ ചെയ്യുമ്പോൾ ഞാനത് കണ്ടില്ലെന്ന് അടിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഇപ്പോൾ തന്നെ പോയി ശിയേഷിങ്ങനെ ഒരു ഡിവോഴ്സ് ലെറ്റർ എഴുതി കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഷാങ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. രാജാവ് ആദ്യം സന്തോഷത്തോടെ അത് സമ്മതിക്കുന്നു. പിന്നെയാണ് അവൾ പറഞ്ഞ പേര് അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്യുന്നത്. നീ ഇപ്പോൾ പറഞ്ഞ പേരെന്താണ് എന്ന് രാജാവ് ഒരിക്കൽ കൂടി എടുത്ത് ചോദിക്കുന്നുണ്ട്. ശിയേഷൻ എന്നാണ് പേര് പറഞ്ഞത്. മാർക്കിസ് ഓഫ് മുവാൻ. അദ്ദേഹത്തെ അറിയില്ലേ? അദ്ദേഹമാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് ഷാങ് പറയുന്നു. രാജാവിൻ്റെ അടുത്തേക്ക് എന്തുകൊണ്ടായിരുന്നു ഷാങ് ഇത് പറഞ്ഞത്? ഇടയ്ക്ക് അവൾ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിൽ കയറി ചവിട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും രാജാവ് അവളുടെ അടുത്ത് നിൽക്കാൻ പേടിച്ചിട്ട് പുറകിലേക്ക് ആഞ്ഞ് എന്നാണ് അവളോട് സംസാരിച്ചത് തന്നെ. ഷാങ് ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം പോയി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് രാജാവ് അവളെ പിടിച്ച് നിർത്തുന്നു. പിന്നെ വളരെ റെസ്പെക്റ്റോടെയാണ് രാജാവ് അവളോട് സംസാരിക്കുന്നത്. ഇക്കാര്യം നേരത്തെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു, വെറുതെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി. മാർക്കിസ് വളരെ വിശ്വസ്തനാണ്. അവന് വിവാഹം കഴിക്കുന്നതും രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട. പിന്നെ ഇക്കാര്യത്തെക്കുറിച്ച് വേറെ ആരോടും തൽക്കാലം പറയരുത് എന്നുകൂടി രാജാവ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷാങ് ചിരിച്ചുകൊണ്ട് അത് സമ്മതിക്കുന്നുണ്ട്. യാൻഷിങ്ങിനെ ഒന്നും ഇതുവരെ രാജാവ് സിറ്റിയിലേക്ക് വിളിപ്പിച്ചിട്ടില്ലാത്തതിനാൽ അവരൊക്കെ ഇപ്പോൾ സിറ്റിക്ക് പുറത്തായിട്ടാണ് ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. അവൻ്റെ ക്യാമ്പിലേക്ക് അന്ന് രാത്രി മാസ്റ്റർ താവോ എത്തുന്നുണ്ട്. അവന് രാജാവിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പ്ലാൻ ഉണ്ട് എന്നൊക്കെ അദ്ദേഹം അറിഞ്ഞിരുന്നു. അതിനെപ്പറ്റിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ലീയുടെ ഇടപെടൽ കാരണം ഇപ്പോൾ രാജാവ് അവനോട് തലസ്ഥാന നഗരിയിലേക്ക് കയറിക്കോളാൻ പറഞ്ഞിരിക്കുകയാണല്ലോ. അങ്ങനെ അവൻ തിരിച്ചു ചെല്ലുന്ന സമയത്ത് എന്തായാലും അവൻ്റെ അങ്കിളുമായിട്ട് മീറ്റ് ചെയ്തല്ലേ പറ്റുകയുള്ളൂ. ആ മീറ്റിങ്ങിൽ ഫുൾ അപകടം പതിയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി സൂക്ഷിക്കണമെന്നൊക്കെ മാസ്റ്റർ അവനെ ഉപദേശിക്കുന്നു. ഞാൻ തിരികെ ചെല്ലുന്ന ദിവസമാണ് എൻ്റെ അമ്മയുടെയും മെമ്മോറിയൽ ദിവസം. എന്തായാലും എനിക്ക് എൻ്റെ അങ്കിളുമായി മീറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് യാൻഷിങ് പറയുന്നു. പ്രിൻസസിനെ ഒന്ന് അവളുടെ അമ്മ വിളിപ്പിക്കുന്നുണ്ട്. പ്രിൻസസിൻ്റെ ആ വിശ്വസ്തയായ തോഴി അടുത്തിടെയായിട്ട് അവിടെയുള്ള കോൾഡ് പാലസിലേക്ക് എപ്പോഴും പോകുന്നത് രാജ്ഞിയുടെ ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നു. എന്തിനാണ് അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിക്കാനായിരുന്നു അവർ അവളെ വിളിപ്പിച്ചത്. 17 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്ന ആ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ഒരു ദൃക്സാക്ഷി ആ ഗോൾഡ് പാലസിൽ ഇപ്പോൾ ഉണ്ട് എന്ന് പ്രിൻസസിന് എങ്ങനെയോ വിവരം കിട്ടിയിരുന്നു. അവരെപ്പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവളിങ്ങനെ രഹസ്യമായിട്ട് ആ സെർവൻറ്റിനെ വിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇതറിഞ്ഞപ്പോൾ രാജ്ഞി അവളെ വഴക്ക് പറയുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട, ഇനി ഈ കാര്യത്തിൽ മുന്നോട്ട് ഒരു നീക്കങ്ങളും നടത്തരുതെന്ന് രാജ്ഞി കർശനമായിട്ട് അവൾക്ക് താക്കീത് കൊടുക്കുന്നുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ കൊട്ടാരത്തിലൊരു വിരുന്ന് നടക്കുന്നുണ്ട്. ആ വിരുന്നിൽ പങ്കെടുക്കുന്നതിന് അവൾക്കുള്ള ഡ്രസ്സും ആഭരണങ്ങളുമൊക്കെ കൊടുത്തയക്കാം. ഇങ്ങനെയുള്ള ചാൻസ് ഒന്നും നഷ്ടപ്പെടുത്തരുത് എന്ന് കൂടി രാജ്ഞി അവളെ ഉപദേശിച്ചിട്ടാണ് വിടുന്നത്. പ്രിൻസസ് അതനുസരിച്ച് പോകാൻ എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും പിന്നെ തിരിഞ്ഞു നിന്നിട്ട് 17 വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും നടന്നത് എന്താണെന്ന് വെളിച്ചത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെയ്യാൻ്റെ കയ്യിൽ നിന്ന് അധികാരം നമുക്ക് പൂർണ്ണമായിട്ടും പിടിച്ച് മേടിക്കാൻ പറ്റും. അത് ചെയ്യാൻ തയ്യാറാവാതെ ഇങ്ങനെ വെയ്യാനെ പേടിച്ച് കഴിയേണ്ട ആവശ്യം എന്താണെന്ന് പ്രിൻസസ് ചോദിക്കുന്നു. വെയ്യാനെ ഡീൽ ചെയ്യാൻ അത്ര എളുപ്പമാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? കഴിഞ്ഞ 17 വർഷങ്ങളായിട്ട് ഞാനിവിടെ അപമാനം സഹിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ദയവേത് നീ എന്നെക്കുറിച്ച് ഓർത്തെങ്കിലും ഇക്കാര്യത്തിൽ ഇനി ഇടപെടരുതെന്ന് രാജ്ഞി അവളോട് പറയുന്നു. പ്രിൻസസ് അത് സമ്മതിച്ചാണ് പോയതെങ്കിലും അവളുടെ അമ്മയ്ക്ക് എന്തോ മനസ്സിൽ വല്ലാത്ത ടെൻഷനും പേടിയും ഒക്കെ തോന്നുന്നുണ്ട്. മാർക്കിസിൻ്റെ സൈന്യം തലസ്ഥാന നഗരിക്ക് പുറത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. 3 ദിവസത്തിനുള്ളിൽ അവൻ മുഴുവൻ സൈന്യവുമായിട്ട് സിറ്റിയിലേക്ക് പ്രവേശിക്കും എന്നുള്ള ആ വാർത്ത ലീഷിയാങ് രാജാവിനെ അറിയിക്കുന്നു. രാജാവിന് ഇത് കേട്ടപ്പോൾ ശരിക്കും പേടിയാണ് വരുന്നത്. മാർക്കിസ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എത്തുമെന്ന് രാജാവ് വിചാരിച്ചിരുന്നതല്ല. ഇനി ഷാങ്ങുവിനെ ഞാൻ നോട്ടമിട്ടുവെന്ന് അറിഞ്ഞ് അവനോട് പ്രതികാരം ചെയ്യാനെങ്ങാനും വരുന്നതായിരിക്കുമോ എന്നൊക്കെ ഓർത്താണ് രാജാവിൻ്റെ ഈ പേടി. വെയ്യാനെയും തീയെയും കൺട്രോൾ ചെയ്യാനായിട്ട് ഷാങ്ങുവിനെ ഒരു പിടിവള്ളിയായിട്ട് രാജാവ് കരുതിയിരുന്നതാണല്ലോ. അതിപ്പോൾ ഇങ്ങനെ ആവുകയും ചെയ്തു. ഷാങ്ങു യാൻഷിങ്ങിൻ്റെ വൈഫാണ് എന്നറിഞ്ഞതോടെ രാജാവിന് ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നം ഷാങ്ങുവിൻ്റെ കീഴിലുള്ള മിലിറ്ററിയും യാൻഷിങ്ങിൻ്റെ കീഴിലുള്ള മിലിറ്ററിയും പിന്നെ ഒരുമിച്ചായിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തെ മുഴുവൻ മിലിറ്ററി പവറും യാൻഷിങ്ങിൻ്റെ കയ്യിൽ കിട്ടുന്നത് പോലെ ആവും. അങ്ങനെ വരുമ്പോൾ അവൻ ലോർഡ് ഷാങ്ഷിനെ പോലെ എങ്ങാനും തങ്ങൾക്കെതിരായി തിരിയുമോ എന്നാണ് രാജാവിൻ്റെ മെയിൻ പേടി. അതിനെ അനുവദിക്കാൻ പാടില്ല എന്ന് രാജാവ് തീരുമാനിക്കുന്നു. അതേപോലെ തന്നെ ബാവറെ കണ്ടു കിട്ടുമെന്നും രാജാവ് അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്ന് ലീഷിയാങ് അറിയിക്കുന്നു. അതറിഞ്ഞപ്പോൾ രാജാവിൻ്റെ ടെൻഷൻ ഒന്നുകൂടി കൂടുന്നു. എന്തായാലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാൻഡ് ട്യൂട്ടർ ലീയെ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വിളിപ്പിക്കാനായിട്ട് രാജാവ് ഓർഡർ നൽകുന്നു. അങ്ങനെ ഗ്രാൻഡ് ട്യൂട്ടർ എത്തുന്നു. ഗ്രാൻഡ് ട്യൂട്ടർ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്നത് പോലെയാണ് രാജാവിനോട് സംസാരിച്ചത്. മാർക്കിസും ഷാങ്ങും കൂടി ഒരുമിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നായിരുന്നല്ലോ രാജാവിൻ്റെ പേര്. ഇതിപ്പോൾ മാർക്കിസ് ഇങ്ങനെ ആർമിയുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ എന്തെങ്കിലും ദുരുദ്ദേശത്തോടെ ആയിരിക്കും. അതുകൊണ്ട് ഈ പ്രശ്നത്തെ മുളയിലെ നുള്ളുന്നതാണ് നല്ലത്. മൊത്തത്തിൽ യാൻഷിങ്ങിനെ അങ്ങ് നശിപ്പിക്കാമെന്നാണ് ഗ്രാൻഡ് ട്യൂട്ടർ ഉപദേശിക്കുന്നത്. രാജാവ് ആദ്യം അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ യാൻഷിങ്ങിനെ കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ വെയ്യാൻ തങ്ങൾക്കെതിരായി തിരിയുമല്ലോ എന്നാണ് രാജാവിൻ്റെ പേടി. അതിനും ഗ്രാൻഡ് ട്യൂട്ടർ തന്നെ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നു. ഗോൾഡ് പാലസിൽ മുമ്പത്തെ കൺസോർട്ട് ഷൂവിൻ്റെ ഒരു സെർവൻ്റ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഗ്രാൻഡ് ട്യൂട്ടർ രാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്നു.